ദൃശ്യം 3 നമ്മളേവരും കാത്തിരുന്ന ലാലേട്ടൻ്റെ ദൃശ്യം ഫ്രാഞ്ചൈസിലെ 3-ാം ഭാഗം. ഈ മൂവി ജസ്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് തിയേറ്റർ, ഇറ്റ് ആക്ച്വലി ഫെൽറ്റ് ടു മച്ച് ഇമോഷണൽ. ശരിക്കും പറയുകയാണെങ്കിൽ സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ല് എന്നുള്ള ഫാക്ടറിനേക്കാളും കൂടുതൽ ജോർജ് കുട്ടി ആളുടെ കുടുംബത്തിൻ്റെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്ന് നമ്മളൊക്കെ മുൻകൂട്ടി കണ്ടതാണ്. സോ ഈ സിനിമയിൽ പുള്ളി ഏതറ്റം വരെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കെതിരായിട്ട് നിൽക്കുന്ന ശക്തികൾക്കെതിരെ എങ്ങനെയായിരിക്കും പുള്ളിയുടെ ഒരു നീക്കം എന്നുള്ള ആ ഒരു ചോദ്യമായിരുന്നു എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആളുടെ കുടുംബത്തിനൊപ്പം അല്ലെങ്കിൽ ആൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായത്. ആളുടെ ഒപ്പം ആ ടെൻഷൻ നമുക്കും ഫീൽ ചെയ്യുക, നമ്മളും ആ കുടുംബത്തിലത്തെ ഒരു വ്യക്തിയായ പോലെ നമുക്ക് ഫീൽ ചെയ്ത് എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം എന്തായിരിക്കും പുള്ളിയുടെ മുമ്പിലുള്ള ചലഞ്ചസ്, അല്ലെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്യുമെന്നുള്ള ആ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥയെ എങ്ങനെ മറികടക്കുമെന്നുള്ള ആ ഒരു യാത്രയിൽ നമ്മളും ഒരു ഭാഗമാവുകയായിരുന്നു ഈ ചിത്രത്തിൽ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ പെർഫോമൻസസുകളുണ്ട്. ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും തന്നെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ കുറച്ച് സർപ്രൈസ് ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഈ സിനിമയിലുടനീളം ലാലേട്ടൻ്റെ ഒരു സൗണ്ട് മോഡുലേഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. കഥാപാത്രത്തിൻ്റെ ആ ഒരു ഭാവ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘർഷത്തിലൂടെ പോകുമ്പോൾ അത് കാണിക്കുന്ന രീതി, ആളത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന രീതി, അൺഡൗട്ടഡ്ലി ഹീസ് ദ മോസ്റ്റ് വെർസറ്റൈൽ ആക്ടർ ഇൻ ദ വേൾഡ് സിനിമ, അത് ഡൗട്ടില്ല. പക്ഷേ ഇതിൽ ചെയ്തിരിക്കുന്ന രീതി, ജോർജ് കുട്ടിയായിട്ട് പകർന്നാടിയിരിക്കുന്ന ആ ഒരു പരകായ പ്രവേശം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ദ മൂവി ഒരു ഇമോഷണൽ റൈഡാണ്. ഒരുപാട് സസ്പെൻസ് ത്രില്ലിന് വേണ്ടിയിട്ട് ഹുക്ക്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ആ ഒരു ത്രില്ലിനേക്കാളും കൂടുതലായിട്ട് ഒരു ഇമോഷണൽ ജേർണിയാണ്. ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സീക്വൽ അല്ല, ഒരു ജസ്റ്റ് 1ഉം 2ഉം ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഉണ്ടാക്കിയ ഒരു തേർഡ് ഭാഗമല്ല, ഒട്ടും ഫോഴ്സ്ഡ് അല്ല, വളരെ ഓർഗാനിക് ആയിട്ട് വരുന്ന ഒരു കണ്ടിന്യൂസ് സ്റ്റോറി തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് റിയലി വർത്ത് ടു വാച്ച് ഇൻ തിയേറ്റേഴ്സ്.